നമ്മൾ ഷഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു മാസം കഴിയുമ്പോൾ റമദാൻ വന്നെത്തും. റമദാനിൻ്റെ തൊട്ടു മുമ്പുള്ള മാസം ആയതുകൊണ്ട് നാം റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണിത്. ആ ഒരുക്കം എല്ലാ രംഗത്തും നാം പരിശീലിക്കേണ്ടതുമാണ്. നോമ്പ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ അല്ലാത്ത കാലത്ത് ഏറ്റവും അധികം നോമ്പെടുത്തത്, സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചത് അത് ഷഅബാൻ മാസത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുനി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹ്റൻ അക്സറ മിൻ ഷഅബാൻ. ഏതെങ്കിലും മാസം ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഷഅബാൻ മാസത്തിലാണ് എന്ന്. ഇത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഷഅബാനിൽ വലം അറഹു സ്വായിമൻ മിൻ ഷഹ്റിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ഷഅബാൻ. ഷഅബാനിനേക്കാളേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു മാസം നോമ്പെടുത്തതായി ഞാൻ കണ്ടിട്ടില്ല. കാന യസൂമു ഷഅബാന കുല്ലഹു ഇല്ലാ ഖലീല. കുറച്ച് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാനിൽ നോമ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന്. എന്തുകൊണ്ടാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഫഇന്ന ദാലിക, ഷഅബാനെ കുറിച്ചാണ് പറയുന്നത്, ദാലിക ഷഹ്റുൻ, അതൊരു മാസമാണ്, യഗ്ഫുലു നാസു അൻഹു ബൈന റജബ് വ റമദാൻ. റമദാന്റെയും റജബിന്റെയും ഇടയിൽ വരുന്ന ഈ ഷഅബാൻ അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. അത് ഷഹ്റുൻ തുർഫഉ ഇലൈഹിൽ അമാൽ ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ അടുത്തേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസവുമാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിമുൻ. എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ നോമ്പുകാരനായിക്കൊണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ ഈ ഷഅബാൻ മാസത്തിൽ മനുഷ്യന്റെ അമലുകൾ പ്രത്യേകമായി ഉയർത്തപ്പെടുന്ന ഒരു സമയമാണെന്നും അതുകൊണ്ട് എൻ്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം മുൻകൂട്ടി ചെയ്യേണ്ടതിൽ ഒന്നാമത്തേത് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമുക്ക് വിട്ടുപോയ നോമ്പ് നോറ്റുവീട്ടുക എന്നതാണ്. അടുത്ത റമദാനിന്റെ മുമ്പായിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ യാത്രയിലായിട്ടോ അസുഖമായിട്ടോ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു മാസം കൊണ്ട് അത് നോറ്റുവീട്ടണം. അതുപോലെ തന്നെ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള ആളുകൾ ഫിദിയ നൽകാൻ കഴിയുന്നവർ അതും ഈ സന്ദർഭത്തിൽ ഈ മാസത്തിൽ കൊടുത്ത് തീർക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വരുന്ന റമദാനിനെ വളരെ സംതൃപ്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും വരവേൽക്കുവാൻ, സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ദീൻ എന്ന് പറയുന്നത് അതിൽ ദുനിയാവും ആഖിറവുമുണ്ട്. ദീനിൽ ആത്മീയതയും ഭൗതികതയുമുണ്ട്. ദീൻ, മതം എന്ന് പറയുന്നത് അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഏറെ കൂടുതലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച് തന്നതുമായ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനഃശുദ്ധി വരുത്തുക എന്നത്. മനസ്സാണല്ലോ പ്രധാനം. മനസ്സ് നന്നായാൽ മനുഷ്യനും നന്നാവും. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്കും നോമ്പുണ്ട് എന്ന് വിശദീകരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരാവശ്യവും ഗുണവും ഫലവും പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്, നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ എന്നത്. അപ്പം സൂക്ഷ്മത ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മതയുണ്ടാവണം. സൂക്ഷ്മതയില്ലാത്ത ജീവിതം ആളുകളെ മോശക്കാരാക്കി തീർക്കും. അവർക്ക് സ്വയം അതൃപ്തിയുണ്ടാകും.
അവരെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വെറുപ്പുണ്ടാകും. കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സൂക്ഷ്മതയില്ലാത്ത ആളുകൾ പരസ്പരം വെറുക്കുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പൊ എല്ലാം ഒരു സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുവാനുള്ള മാനസികമായ നിലവാരം വളർത്തിയെടുക്കുക എന്നത് നോമ്പ് കൊണ്ട് കിട്ടേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ഒരുക്കമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്തെല്ലാം ഒരുങ്ങണം? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞുപോയ നോമ്പ് നോറ്റുവീട്ടാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇപ്പൊ റമദാൻ മാസം നമ്മൾ കൂടുതലായി ആരാധനാ കാര്യങ്ങളിലേക്ക് ഒഴിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ഇങ്ങനെ കുറേ അധികം നമ്മൾ ഇബാദത്തിലേക്ക് ഒഴിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ് റമദാൻ. അന്ന് റമദാനിൽ നമുക്കതിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് ഇബാദത്തിന് സമയം കിട്ടില്ല. അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്തു വെക്കാൻ കഴിയുമോ അത് ഇപ്പോൾ നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാം. പലപ്പോഴും റമദാൻ ആയ ശേഷമാണ് ആളുകൾ പർച്ചേസിങ്ങിന് വേണ്ടി, സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി, വാങ്ങാൻ വേണ്ടിയൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങാറുള്ളത്. ഒരുപാട് സമയം നമുക്കതിന് നഷ്ടപ്പെടും. അത്യാവശ്യത്തിന് പോവേണ്ട എന്നല്ല, നമുക്കതിനു മുമ്പ് ഒരുക്കാവുന്ന കാര്യങ്ങൾ, വാങ്ങാവുന്ന കാര്യങ്ങൾ, ശേഖരിക്കാവുന്ന കാര്യങ്ങൾ റമദാൻ വരുന്നതിന്റെ മുമ്പ് നമുക്ക് ശേഖരിക്കാം, വാങ്ങാം, ചെയ്ത് തീർക്കുകയും ചെയ്യാം. മറ്റൊരു കാര്യം, നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാളുടെ കയ്യിൽ സക്കാത്തിന് ബാധ്യതപ്പെട്ടുകൊണ്ട് സ്വത്ത്, അതിന്റെ സമയവും അതിന്റെ നിസാബും ഒത്തുവരുമ്പോഴാണ്. എന്നാൽ പല ആളുകളും അത് മുൻകൂട്ടി കൊടുക്കുന്ന വിധത്തിൽ റമദാൻ മാസത്തിലേക്ക് കണക്കാക്കാറുണ്ട്. സഹാബിമാരും പലരും അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ഒരു കച്ചവടം തുടങ്ങിയത് ഷവ്വാലിലാണ്, അല്ല ദുൽഖഅദിലാണ്, ദുൽഹജ്ജിലാണ് എങ്കിൽ മുൻകൂട്ടി റമദാനിൽ അത് കൊടുത്തിരുന്നു. അത് റമദാന്റെ ഫളിൽ ലഭിക്കുവാനും കൂടുതൽ പുണ്യം ലഭിക്കുവാനും അതിന് വിരോധമൊന്നുമില്ല. അപ്പൊ നമ്മൾ റമദാനിനാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ കച്ചവടക്കാർക്ക് അതിന്റെ കണക്കെടുക്കണം, നിക്ഷേപമുള്ള ആളുകൾ അതിന്റെ കണക്ക് നോക്കണം. അപ്പൊ അതും ഈ റമദാനിന്റെ മുമ്പായി ചെയ്ത് തീർത്താൽ നമുക്ക് അന്ന് വളരെ കൂടുതൽ ഒഴിവ് ലഭിക്കും, കൂടുതൽ ഇബാദത്തിലേക്ക് പോകുവാനും സാധിക്കും. മറ്റൊരു കാര്യം, നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. ഈ തിരക്കിൽ ഒന്നാണ് നമ്മുടെ യാത്രകൾ. നിർബന്ധമായി വരുന്ന യാത്രകൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഹലാലായ യാത്രയിൽ റമദാനിലെ നോമ്പ് ഉപേക്ഷിക്കുകയും പിന്നെ നോറ്റുവിട്ടുകയും ചെയ്താലും മതി. എന്നാൽ അത്ര അനിവാര്യമല്ലെങ്കിലും റമദാൻ കഴിഞ്ഞിട്ടോ റമദാനിന്റെ മുമ്പോ യാത്ര ചെയ്ത് തീർക്കാവുന്ന സംഗതിയാണെങ്കിലും അത് അങ്ങനെ ചെയ്യുന്നതാണ് സൗകര്യം. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും. പിന്നീട് ഒരു നോമ്പ് നോറ്റുവിട്ടാനുള്ള പ്രയാസങ്ങൾ റമദാനിൽ തന്നെ അങ്ങ് നോമ്പ് നോറ്റുവിട്ടുകയാണെങ്കിൽ ഇല്ലല്ലോ. അപ്പൊ അതും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, റമദാൻ വരാൻ പോകുന്നു. എന്താ റമദാന്, എന്താണ് നോമ്പ്? ഇത് നമ്മുടെ കുടുംബത്തിൽ പലരും വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നോമ്പ് വരുന്നു എന്നത് നമ്മൾ അറിയുന്നത് തന്നെ നോമ്പുമായി ദീനിയായി ബന്ധമില്ലാത്ത പലരുടെയും പരസ്യം കൊണ്ടാണ്. പല സ്ഥാപനങ്ങളുടെയും പരസ്യം കൊണ്ട്, പല പത്രമാധ്യമങ്ങളുടെയും പരസ്യം കൊണ്ടാണ് റമദാൻ വരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോഴും റമദാനിന്റെ ആരാധനാ കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളോ അതിൽ വരുന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും നമ്മുടെ മക്കളുമൊക്കെ റമദാനാണ് വരുന്നത്, റമദാനിൽ ഇങ്ങനെയാണ്, റമദാനിൽ നമ്മളൊന്ന് ഒരുങ്ങണം, റമദാനിൽ നമ്മൾ നോമ്പെടുക്കണം, ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ഒന്ന് ചർച്ച ചെയ്യുന്നതും മക്കളോട് ഇക്കാര്യം കുറേശ്ശെയായി പറഞ്ഞു കൊടുക്കുന്നതും അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുവരുന്നതും വളരെ ആവശ്യമാണ്. നമ്മൾ ചില ആളുകൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ, ദീനീ കാര്യങ്ങളൊക്കെ അവർ വലുതാകുമ്പോൾ അങ്ങ് ചെയ്തോളൂ എന്ന്. വലുതാകുമ്പോൾ അവർ ചെയ്യൂല, അവർക്കതിന് പ്രയാസം വരും, വിശക്കുന്നു എന്ന് പറയും, ദാഹിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നോമ്പിനെക്കുറിച്ചും നോമ്പിന്റെ ഫളിലിനെക്കുറിച്ചും
നോമ്പ് കാലത്തെ ആനന്ദത്തെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അവരെ അതിന് പ്രേരിപ്പിക്കുകയും കുട്ടികളെയും നോമ്പെടുക്കാൻ കഴിയുന്നത്ര 1, 2, 4 നോമ്പാണെങ്കിൽ പോലും അതിലേക്ക് കൊണ്ടുവരികയും നോമ്പെടുക്കുന്ന മക്കൾക്ക് അതിന് നമ്മൾ പാരിതോഷികം നൽകുകയും അവരെയും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ കൂടെ ഇരുത്തുകയും പള്ളിയിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ നോമ്പിൻ്റേതായ ഒരു സാഹചര്യം ഉണ്ടായിത്തീരും. നേരത്തെ അതും ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.